എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാംഗ്ലൂരത്തെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഹോൾ ഡേ നമ്മൾ ബാംഗ്ലൂർ മൊത്തം കറങ്ങിയിട്ട് വൈകുന്നേരത്തെ ട്രെയിന് തിരിച്ച് നാട്ടിലേക്ക് പോകണം. അപ്പോൾ കറങ്ങാൻ ഇറങ്ങിയത് പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങിയതിന് ശേഷം മനസ്സിലാവുന്നത് നാട്ടിൽ വന്നിട്ട് പിള്ളേരായിട്ടുള്ള കറക്കം അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയില്ലാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതെന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഒരു 2-3 സ്ഥലത്ത് ബാംഗ്ലൂരിൻ്റെ ഐക്കൺ എന്നൊക്കെ വേണ്ടി പറയാം, ആ സ്ഥലത്ത് മാത്രം നമ്മളൊന്ന് പോയിട്ടുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. മെൽബൺ ടു ബാംഗ്ലൂർ ലേയോറോട് കൂട്ടി ഏകദേശം 10-16 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത്. അപ്പോൾ ആ യാത്രാക്ഷീണമൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എല്ലാവരും എണീറ്റ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ദി ഗ്രാൻഡ് മഗ്രാത്ത് എന്നാട്ടോ ഈ ഹോട്ടലിൻ്റെ പേര്. അശോക് നഗറിലാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ബാംഗ്ലൂരുള്ളവർക്കും ബാംഗ്ലൂർ വന്നവർക്കൊക്കെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. പിന്നെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ റൂഫിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് കഴിക്കാൻ പറ്റിയ പല തരത്തിലുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലൈവായിട്ട് നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി തരും. പിന്നെ ഇഡ്ഡലി, ദോശ, വട, ചട്നി, പിന്നെ ഫിൽറ്റർ കോഫി, അങ്ങനത്തെ വെറൈറ്റീസിൻ്റെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൽ. അതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇത്തരം നാട്ടിലെ ഫുഡുകളൊക്കെ ഒരുമിച്ച് കാണാമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. എല്ലാം മാറി മാറി ട്രൈ ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ കേട്ടോ സ്വിമ്മിംഗ് പൂളുള്ളത്. അപ്പോൾ നമ്മളൊരു കറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൻ്റെ ലോഞ്ചിൽ വന്നിരിക്കുക. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് അവിടുന്ന് ടാക്സി കിട്ടും, പക്ഷേ ടാക്സിയൊക്കെ ചെറുതായതുകൊണ്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. നമ്മൾ ഇത്രയും പേരുള്ളവരെ വലിയ വണ്ടി തന്നെ വേണമല്ലോ. ഇതാട്ടോ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശം. പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് പോകാനുള്ള ക്യാബ് എത്തി. പിന്നെ നമ്മൾ ബാംഗ്ലൂർ കറക്കം സ്റ്റാർട്ട് ചെയ്യാണ്. വണ്ടികളൊക്കെ പോകണുണ്ട്, പേടിയുള്ള കുത്തി കയറ്റി ഇത്തരം സ്പീഡിലും അതുപോലെ തന്നെ തൊട്ടടുത്ത് മുട്ടിലാന്ന് രീതിയിൽ കേട്ടോ വണ്ടികളൊക്കെ പോണേ. അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരു ചെറിയ എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് നമ്മൾ പാർക്കിൻ്റെ അകത്തേക്ക് കയറിട്ടോ. ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 200 വർഷത്തെ ഹിസ്റ്ററി ഉള്ളൊരു ഗാർഡനാണ്. 240 ഏക്കറിലിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു സൈഡ് നിറച്ച് പൂക്കൾ, പിന്നെ 100 വർഷം വരെ പഴക്കമുള്ള മരങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ അതൊരു സൈഡിലുണ്ട്. നടന്ന് ചുറ്റിക്കറങ്ങി കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഒത്തിരി പേര് എക്സസൈസിന് വേണ്ടിയൊക്കെ ആയിട്ട് ഈ ഗാർഡൻ്റെ അകത്ത് വരുന്നുണ്ട്. കറങ്ങാൻ പോകുന്ന പറഞ്ഞപ്പോൾ തന്നെ ഇതുകൊണ്ടും ചോദിച്ചത് പാർക്കുണ്ടെന്ന് ചോദിച്ചത്. അപ്പോൾ ഗാർഡൻ്റെ അകത്ത് പാർക്കുണ്ടെന്ന് പറഞ്ഞൊക്കെ കൊണ്ടുവന്നേ. ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയാണ് പാർക്ക്, ഇത് എവിടെയാണ് പാർക്കുന്നത്. രാവിലെ 6 തൊട്ട് വൈകുന്നേരം 7 മണി വരെ കേട്ടോ ഈ ഗാർഡൻ്റെ ഓപ്പണിംഗ് ടൈം. പിന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലും നമുക്ക് ഈ മാങ്ങ, ഉപ്പും മുളകൊക്കെ ഇട്ട് തരുന്ന പോലെ, അതുപോലെ കുക്കുംബർ, അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകൾ. ഈതങ്കോട്ടിൻ്റെ അപ്പോസിനും അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ് ഓർക്കണ്ടോ, നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ എവിടെ കറങ്ങാൻ പോയാലും അതിൻ്റെ അകത്ത് അവർക്ക് കളിക്കാനുള്ള പാർക്കുകളുണ്ട്. ഇങ്ങനത്തെ ഗാർഡനിൽ വന്നിട്ട് ഇവിടെ പാർക്കൊന്നും ഇല്ലാത്തായിരുന്നില്ലേ, മൊത്തം അലമ്പായിരുന്നു. അതുമാത്രമല്ല എന്തായിരുന്നു ചൂടെന്ന് അറിയാമോ, ചൂടും സഹിക്കാൻ പറ്റില്ല. അതും എൻ്റെ ഒച്ചപ്പാട് ഒരു സൈഡിൽ നിന്ന്. ലവ് ബേർഡ്സുകളുണ്ട്. അതായത് ലവ് ബേർഡ്സ് വന്നാൽ കിളികളല്ല കേട്ടോ, നമ്മുടെ കോളേജ് സ്റ്റൈലിൽ നമ്മൾ എൻജോയ് ചെയ്യുമല്ലോ. കാമുകന്മാർ പ്രേമിക്കാൻ പറ്റിയൊരു അടിപൊളി പാർക്ക്. നമ്മുടെ പ്രായം കഴിഞ്ഞു പോയി, എന്നാലും സംഭവം കിടില്ല. എവിടെ നോക്കിയാലും ഇണക്കുരുവികൾ മാത്രമേ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂർ ചുറ്റിക്കറങ്ങി കണ്ടു. അപ്പോഴേക്കും പിള്ളേർ ഒച്ചപ്പാടായി. ഇനി പിന്നെ നടപടി ആവില്ല. നേരെ പുറത്തിറങ്ങി അവിടുന്ന് കരിക്ക് വാങ്ങിച്ചു. അത് വാങ്ങിച്ച് കരിക്കും വെള്ളവും കരിക്കൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ അവർ കുറച്ച് ഹാപ്പിയായി. പിന്നെ നേരെ ടാക്സി വിളിച്ച് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണ വഴിക്ക് തന്നെ ഹോട്ടലിൽ വിളിച്ച് ഫുഡ് പറഞ്ഞ കാരണം നമ്മളവിടെ ചെന്നപ്പോഴേക്കും നമുക്കുള്ള ലഞ്ച് റെഡി ആയിരുന്നു.
അതവർ കറക്റ്റ് റൂമിലേക്ക് കൊണ്ടു വന്നു. പിന്നെ നല്ല അത്യാവശ്യം ടേസ്റ്റുള്ള നല്ല കിടിലം ഫുഡ് റീസണബിൾ റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായിട്ടോ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരും ദീപ്തിയും ഒറ്റയ്ക്കാണ് റൂമിൽ. പിള്ളേരോട് പറഞ്ഞു വൈകുന്നേരം അയക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പറഞ്ഞ് ആശ്വസിച്ചിട്ട് ഞങ്ങളിന്ന് പോന്നു. ഒരു ഓട്ടോ വിളിച്ച് നമ്മളിനി നേരെ കബൻ പാർക്കിലേക്ക് വന്നു. ഈ ഒരു പാർക്ക് അത്യാവശ്യം വലിയൊരു പാർക്ക് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകം വെച്ചല്ലേ മൊത്തം സൈലൻസാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ പന്തലിട്ട പോലെ നിൽക്കണേ. ഫുള്ള് ഗ്രീനറി കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്ന സ്ഥലമല്ലേ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ആരും തന്നെ മിസ്സാക്കൂല. ഇതാണ് കർണാടക നിയമസഭാ മന്ദിരം. 68 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണെങ്കിലും ഇന്ന് അതിൻ്റെ ഒരു പ്രൗഢിക്കില്ലേ യാതൊരു കുറവും വന്നിട്ട് കേട്ടോ. ഫുള്ള് ഗ്രാനൈറ്റാണ്. 4 വർഷം എടുത്തുള്ളൂ കേട്ടോ ഈ ബിൽഡിങ് പണിയെടുപ്പിക്കാനായിട്ട്. ഏകദേശം 1000 ശില്പികളും 5000 തൊഴിലാളികളും അതിൽ സെൻട്രൽ ജയിലിലുള്ള തടവുകാരും ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ഈ തടവുകാർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. 172 മുറികളുണ്ട് ഈ വിധാനസൗധയിൽ. 268 അംഗങ്ങൾക്ക് ഇരിക്കാവുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി ചേംബറും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഏകദേശം 1.5 കോടി രൂപ കേട്ടോ അന്നത്തെ കാലത്ത് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. അതുപോലെ തന്നെ ആ ദേശീയപാതയുടെ താഴത്തൊരു കോട്ട യോജന ഉണ്ടോ, ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് എന്ന്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നവരോട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ റെഡ് കളറിൽ കാണുന്ന കവളുണ്ടല്ലോ അതാട്ടെ കർണാടക ഹൈക്കോർട്ട്. ഇപ്പം അതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശനമില്ല, പിന്നെ അവിടേക്ക് പോയില്ല. പിന്നെ ഈ വിധാനസഭയുടെ ഫ്രണ്ട് ഇതിന് ഒത്തിരി ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. അതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ ഈ വിധാനസഭയുടെ ചുറ്റുമാണ് ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഉള്ളത്. അതൊക്കെ ചുറ്റി കാണിച്ച് പിന്നെ താജ് റെസിഡൻസി ഒക്കെ ഉണ്ട്. നമ്മൾ തിരിച്ച് അവിടെ തന്നെ നമ്മൾ കൊണ്ടു ആക്കി തരും കേട്ടോ. ഒരു 30-35 ഡ്രൈവ്. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ ടാക്സി എടുത്ത് നേരെ ഹോട്ടലിലേക്ക് പോയിട്ടോ. ഈതൻകോട്ടിൻ്റെ അപ്പോസ് നമ്മൾ നോക്കിയിരിക്കുകയാണ് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി. ഹോട്ടലിൽ നമുക്ക് ലേറ്റ് ചെക്കൗട്ട് ആയിരുന്നു, ട്രെയിൻ നൈറ്റ് ആയതുകൊണ്ട്. അങ്ങനെ നേരെ ക്യാബ് വന്നു, വണ്ടിയിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാനസവാടി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കയറി കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും അപ്പൂസും ഇതങ്ങോട്ടും കുട്ടുവേവിയും കിടന്ന് ഉറക്കമായിട്ട്. പിന്നെ ഒരു കണക്കിന് ലഗേജൊക്കെ വണ്ടി കയറ്റി അവരെയും കയറ്റി കിടത്തി. പിന്നെ അവർ എണീറ്റത് നേരം വെളുത്തപ്പിനെ കേട്ടോ. പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിൽ ഓട്ടം ചാട്ടം എന്തൊക്കെ കളികളായിരുന്നു. ട്രെയിനിൻ്റെ ടിക്കറ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രൈവസി വേണമെങ്കിൽ നമ്മൾ 2 ടയർ AC എടുക്കണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ മൊത്തം നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ പാസഞ്ചേഴ്സൊന്നും വരില്ല. പിന്നെ പിള്ളേരുടെ ഒക്കെ പോകുമ്പോൾ എന്താ പറയുക അവർ ഒച്ചപ്പാടും വേണം, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് വേണമെന്ന് വെച്ചാണ് ഈ രീതിയിൽ എടുത്തേട്ടോ. അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ദീപ്തിനെ കൊണ്ടുവരാനായിട്ട് ദീപ്തിയുടെ ഇരട്ട ദീപുവാണ് ഉള്ളത്. അവർ ടിൻസാണ്. 5-5.5 വർഷത്തിന് ശേഷമാണ് അവർ രണ്ടുപേരും തമ്മിൽ കാണണേ. അതിൻ്റെ ഒരു സന്തോഷം അവർ രണ്ടുപേരുടെ മുഖത്തില്ലെന്ന് നോക്കി. അങ്ങനെ അളിയൻ്റെ വണ്ടി കയറി നേരെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ നമ്മുടെ കുട്ടുബേബിയുടെ മാമൂദീസയുടെ വീഡിയോ ആണ് അടുത്ത് വരാൻ പോണേ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.